ഒരായുസിന്റെ അധ്വാനവും നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളും ഒറ്റ രാത്രി കൊണ്ട് മണ്ണോടടിഞ്ഞതിന്റെ നേർ കാഴ്ചയാണ് നമുക്ക് വെലങ്ങാട് മഞ്ഞക്കുന്ന് പ്രദേശങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. വയനാടിനോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് വെലങ്ങാടുണ്ടായ ഈ പ്രകൃതി ദുരന്തം. 20ഓളം വീടുകളാണ് നാമാവശേഷമായത്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒരായുസിന്റെ അധ്വാനവും നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളും ഒറ്റ രാത്രി കൊണ്ട് മണ്ണോടടിഞ്ഞതിന്റെ നൊമ്പര ചിത്രങ്ങളിലേക്ക് നമുക്ക് പോകാം. പ്രദേശം മൊത്തം ഒടുക്കിക്കൊണ്ട് വളരെ നമ്മളെല്ലാം പോയി എന്ന് കാണിച്ചാൽ മുകളിൽ ഈ ഒരു കംപ്ലീറ്റ് ഏരിയ നമുക്കറിയാം. ഒരുപാട് ദൂരം മുകളിൽ പാർക്കറ്റുകളാണെന്നറിയാം. പക്ഷേ കംപ്ലീറ്റ് ഒരു ഏരിയ പോകുന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ നിന്നൊക്കെ നമ്മുടെ ഈ ഒരു വീടൊക്കെ ഞങ്ങൾ നിന്നത് അവിടെ 2 വീട് അപ്പുറത്താണ്. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെയൊക്കെ ഇഷ്ടികയൊക്കെ കട്ടയൊക്കെ തെറിച്ച് അപ്പുറത്തെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അത്രയും ഭീമമായ സൗണ്ടും വെള്ളവും അതുപോലെ തന്നെ തെറിപ്പിച്ചാണ്. അപ്പോൾ നമുക്കാണ് ഇവിടെ ഈ വീട്ടിൽ ഇവിടെ ആ കിടക്കുന്ന ജീപ്പുണ്ട്. നമ്മുടെ വീട്ടിൽ മിക്കത്ത് കിടന്ന ജീപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ നിലവിൽ 2 കാറുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ബൈക്കുകളുണ്ട്. അതുപോലെ തന്നെ താഴെ ഫ്രണ്ട് ഇവിടെ 2 കടകളുണ്ടായിരുന്നു. നമ്മുടെ ജെറുസലേം സ്റ്റോഴ്സ് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു, സ്റ്റേഷനറി കട. അതുപോലെ അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഒരു ചിക്കൻ സ്റ്റോളും തൊട്ടിപ്പുറത്ത് നമ്മുടെ ഈ അടുത്ത് നമ്മുടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട്. നമ്മുടെ മെയ് മാസത്തിൽ നമ്മുടെ പിതാവ് ഒന്ന് വിന്യസിച്ച് പോയതാണ്. അപ്പം പുതുക്കി പണിത മാതാവിൻ്റെ ഗ്രോട്ടോ, അതിൻ്റെ അപ്പുറത്ത് ഒരു 10 അടിക്കൽ സ്റ്റോഴ്സും ഉണ്ടായിരുന്നു. ഈ കംപ്ലീറ്റ് കാര്യം ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും കാണില്ല. അപ്പം അതുവരെ കുറച്ച് മുന്നേ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോയിൽ അവിടെ വെട്ടം ഉണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ചാൽ വീട്ടിലെ ഇൻവേർട്ടറിനാണ് അവിടെ ഓട്ടോമാറ്റിക് കണക്ഷൻ പോയിരിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് ലൈറ്റ് ഒന്നും കാണുന്നില്ല. നമുക്ക് മനസ്സിലായി കംപ്ലീറ്റ് ഏരിയ പോയി എന്നുള്ളത്. നമുക്ക് ഞങ്ങൾ ആക്ച്വലി ഏകദേശം ഒരു 10-60ഓളം ആൾക്കാർ ഇവിടെ ഒരു 3 വീടുകളിലായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. നമുക്ക് ഒരു തരത്തിലുള്ള വെച്ചാൽ അപ്പുറത്ത് നിന്നുള്ള ആൾക്കാരെ നമ്മൾ ഇൻഫോം ചെയ്തിരുന്നു. അപ്പുറത്തെ തോടിൻ്റെ അപ്പുറത്ത്, അതായത് ഗവൺമെൻറ്റിൻ്റെ അവിടെ താഴെ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെട്ടമടിച്ച് അവർ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ അവിടെയും ഉരുളുപൊട്ടി, ഈ സൈഡിൽ ഉരുളുപൊട്ടി കിടക്കാം. നമ്മളിതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് നമുക്ക് ആക്ച്വലി ഒരു 50 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ സ്റ്റാർട്ട്. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാൻ തുടങ്ങി 50-60 മീറ്റർ മാത്രമേ ഉള്ളൂ. നല്ല രീതിയിലുള്ള സൗണ്ടും 2 സൈഡിലും ഭയങ്കരമായിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേരം വെളുക്കുന്നത് വരെ അവിടെ നിൽക്കണം. ഞങ്ങൾ ഒരുപാട് പേരെ ഫോണിലും കാര്യങ്ങൾക്കായിട്ട് എന്താ നമുക്കൊരു കയർത്തുമ്പോൾ കിട്ടിയാൽ എങ്ങനെയെങ്കിലും കയറി പോകാൻ പറ്റുന്ന രീതിയിൽ എന്തായാലും മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളായിരുന്നു. അപ്പോൾ അതൊരു നമ്മുടെ വീടുകളിൽ കിടക്കുന്നത് ഇപ്പം വീടിന് പറ്റുന്ന ഒരു 2 കാറും ഉണ്ടായിരുന്നു. അപ്പം ആ വണ്ടി മാത്രം ഒരെണ്ണം കാണാം. അതുപോലെ തന്നെ 2-3 ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് മാറ്റി നോക്കിയാൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന്. ഇപ്പോൾ നമുക്കൊന്നും എന്താണ് നമ്മൾ ഇട്ട ഡ്രസ്സും ഞാൻ പോലീസിനെ ഫയർഫോഴ്സിനെ വിളിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ഈ പിള്ളേരെ എടുത്ത് നമ്മൾ ഓടി അതിനകത്ത് ജീവൻ തിരിച്ചു കിട്ടിയാണല്ലോ. ഒരു 2 മിനിറ്റ് ടൈമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ തൊട്ടിപ്പുറത്തൊരു ജിതിൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീടുണ്ട്. അവരുടെ വീട്ടിലും 3 കുടുംബങ്ങൾ, 3 കുടുംബങ്ങളുടെ വീട് മുഴുവൻ ഒലിച്ചു പോയത്. അവരുടെ ആടും കാര്യങ്ങളെല്ലാം ഒലിച്ചു പോയി. പക്ഷെ അന്നേരം അവരുടെ വീട്ടിലേക്ക് അവർ മാറിയത് കൊണ്ട് അവരുടെ ജീവനും രക്ഷപ്പെട്ടു. അത് ഒരു 2 മണി 2:15 ആയപ്പം ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ അമ്മ കരയുക. അന്നേരം അമ്മ പറഞ്ഞു വീടെല്ലാം പോയി, എന്തോ ജസ്റ്റ് രക്ഷപ്പെട്ടു. അതായത് നമ്മുടെ വീടിൻ്റെ മേലേക്കൊരു 2 മരം വീണു. മരം വീണപ്പോഴത്തേനും അച്ഛാച്ച അമ്മേനെ വിളിച്ച് കൈ പിടിച്ച്, അമ്മയ്ക്ക് അങ്ങനെ ഓടാനൊന്നും ആവൂല, എന്നാലും പിടിച്ച് കയറ്റി 2 ഇതേപോലെ ഒരു 2 തിട്ട് മേലെ കയറിയപ്പോഴത്തേനും ഫുള്ള് ഒലിച്ചു പോയി. അതിപ്പോൾ അവിടെ മേലെ കയറിച്ചതെന്ന് അറിയാം. ആ തിട്ട് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ബാക്കി ഫുള്ള് വീടിൻ്റെ ഒരു തറ ഒന്നുമില്ല, ഫുള്ളിങ്ങനെ ഒലിച്ചു പോയി. അതായത് 2 അവിടെ ഉരുള് പൊട്ടിട്ടുണ്ട്, ഇപ്പുറത്തെ ചീളിൽ ഉരുള് പൊട്ടിട്ടുണ്ട്. ആ 2 ചീളിലും കൂടെ ഒരുമിച്ചിട്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ മേലെ ഇങ്ങനെ പോകണം. നേരെ നമ്മുടെ ഏറ്റവും മേലെ നമ്മുടെ വീട് ആദ്യം പോയി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ വന്ന് അവിടെ ഒരു 3 വീട് അടുപ്പിച്ചിട്ടുണ്ട്. ആ വീട് പോയി. അത് കഴിഞ്ഞ് നേരെ വന്ന് ഇവിടെ പന്തലാടിക്ക പിന്നെ അത് 3 വീട്. പിന്നെ ഡാലേട്ടാൻ്റെ വീട്, പിന്നെ താഴെ അവിടെ ഒരു ജോർജേൻ്റെ വീട്, പിന്നെ കുട്ടിൻ്റെ വീട്. അത്രയും വീട് ഒന്നും ഇല്ലാണ്ട് പോയി. പിന്നെ കുറേ വീടുകൾക്ക് ഇതിൻ്റെ സൂര്യൻ്റെ ഒക്കെ വീടിൻ്റെ പകുതി മുഴുവൻ പോയി. പിന്നെ മേലെ നമ്മുടെ വീടിൻ്റെ മേലെ വള്ളി സന്തോഷം അവരുടെ വീടിൻ്റെ ഒരു ഭാഗം കൊണ്ട് പോകുന്നു. അങ്ങനെയൊക്കെയാണ്.
ഇതാണ് ഇവിടുത്തെ നേർചിത്രം. ഈ നാടിനെ തിരികെ പിടിക്കാൻ നമുക്ക് കൈകോർക്കാം.